ഹായ് എവരിബഡി, എല്ലാവർക്കും മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ കറൻ്റ്ലി നിഫ്റ്റിയിൽ നമ്മുടെ പൊസിഷൻസ് റണ്ണിങ് ആണ്. കറണ്ട് വേഗ എക്സ്പയറി 19,400 400 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 83 ആണ്. സോ കറൻ്റ്ലി ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഈ ഒരു ട്രേഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 7 പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 14 to 21 പോയിൻറ്റ്സ് ആയിരിക്കും. ബട്ട് മൊമെൻറ്റം നമുക്ക് നോക്കി അതിനനുസരിച്ച് ചെയ്യാം. സോ ട്രേഡിൻ്റെ ലോജിക്കും ബാക്കി ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ 12/10 ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. സോ ഈ ഒരു ട്രേഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡാണ്. സോ സിമ്പിളായിട്ടെന്ന് പറയാൻ കാരണം ഒരു പ്രൈസ് സ്ട്രക്ചർ റീഡ് ചെയ്യാനുള്ള ഒരു സിംപ്ലിസിറ്റി കൊണ്ടാണ് ഈ ഒരു ട്രേഡ് സിമ്പിൾ എന്ന് പറയാൻ കാരണം. സോ അതിൻ്റെ നമുക്ക് അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ട്രേഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു 200 എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ ഒരു സപ്പോർട്ട് എടുത്താണ്. സോ ഈ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഒരു ഹയർ ലെവൽസിലേക്ക് മൊമെൻറ്റം ചെയ്തു. പിന്നെ നമുക്കിവിടെ ഈ ഒരു ബ്രേക്കിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഹെൽത്തി ക്യാൻഡിൽസ് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. സോ ഈ ഒരു ക്യാൻഡിൽസൊക്കെ കുറച്ച് ഹെൽത്തി ആണ്. അതിൻ്റെ ഒരു സൈസ് നോക്കാൻ നിങ്ങൾക്ക് കാണാം. ബട്ട് ഇവിടേക്ക് വരികയാണ് ഈ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ക്യാൻഡിൽ ഷേപ്സ് നോക്കുകയാണെങ്കിൽ അത്ര ഹെൽത്തി അല്ല. എന്ന് വെച്ചാൽ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലായിട്ട് കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി ഇവിടെയുള്ള ഈ രണ്ട് ക്യാൻഡിൽസും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ്, അതിൻ്റെ ഡോജി ടൈപ്പ് ക്യാൻഡിൽസ് ആണ്. സോ ഇന്നലെ എക്സ്പയറിയിൽ ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ കാണാൻ പറ്റി. സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. സോ അതുകൊണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ 19,300 ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് വ്യൂ ആണ്. ബട്ട് ഒരു ബൈങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ പ്രൈസ് സ്ട്രക്ചർ ഫോം ചെയ്യണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാണ്. സോ ഒരു 5 മിനിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇന്നലത്തെ എക്സ്പയറി ഒരു ഡേ ഹൈന്ന് സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് ലോവർ ഹൈ ക്രിയേഷൻ ഫോർമേഷൻ ചെയ്ത് ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോട് കൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് വീണ്ടും ബൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു സിനാരിയോ എന്ന് പറയുന്നത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഒരു ഹയർ ലെവലിലേക്ക് പ്രൈസ് മൊമെൻറ്റം ചെയ്യണം. സോ ഇതേപോലെ ഈ ഒരു പ്രീവിയസ് ഡേയുടെ അടുത്ത് വരേക്കും എത്തും എന്നാണ് എക്സ്പെക്ടേഷൻ. സോ ഇതേപോലത്തെ ഒരു ഹയർ ലെവലിലേക്കുള്ള മൊമെൻറ്റത്തിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റ് വരികയും ദെൻ അഗൈൻ ആ ഒരു പ്രൈസ് ഹയർ ലെവൽസ് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിലുള്ള വ്യൂ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. സോ ഇനി സെല്ലിംഗ് സൈഡിലേക്ക് ഇന്നത്തെ ഡേ സെല്ലിംഗ് സൈഡിലേക്കാണെന്നെങ്കിൽ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ഈ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെയിൽ സൈഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ. ഓക്കെ, സോ നമ്മൾ വിചാരിച്ചപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒരു ബിഹേവിയർ കിട്ടി, ഒരു പ്രൈസ് ബിൽഡപ്പോട് കൂടി നമുക്ക് പൊസിഷൻ കിട്ടി. സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമ്മൾ ബൈ ചെയ്തത്. ബട്ട് ബൈ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് റീട്രേസ്മെൻറ്റ് തന്നെങ്കിലും ആ ഒരു ഹയർ ലെവൽസിലേക്ക് വീണ്ടും മൊമെൻറ്റം കിട്ടുകയാണ് ഉണ്ടായത്. സോ ഇനി നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ മാർക്കറ്റ് എത്തി ലോവർ ഹൈ ക്രിയേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നമ്മുടെ പ്രോഫിറ്റ് എന്താണോ എക്സിറ്റ് ചെയ്യും. അതല്ല ഈ ഒരു ലെവലിൽ പ്രൈസ് ഈ ഒരു രീതിയിൽ ബിൽഡ് ചെയ്ത് മുകളിലേക്ക് ഹയർ ലെവൽസിലേക്ക് ബ്രേക്ക് വരികയാണെങ്കിൽ നമ്മളതിനെ ഹോൾഡ് ചെയ്യുക എന്നാണ് ഒരു ഉദ്ദേശം. സോ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആവാറായിട്ടുണ്ട്. 104 നമ്മുടെ ഒരു ടാർഗറ്റ് 1:3 വെച്ചു. സോ ലിമിറ്റ് 1:104 വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആയി. സോ 10,000 വരുമ്പോൾ എന്ന് നോക്കാം. കാരണം ഒരു സിംഗിൾ ക്യാൻഡിൽ നല്ലൊരു മൊമെൻ്റ് ആണെങ്കിൽ നമ്മളത് മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, 9,500 വരെ എത്തിയിരുന്നു.
8,100. സോ ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് മേ ബി ഫോം ചെയ്യാം, കാരണം നല്ലൊരു മൊമെൻറ്റിന് ശേഷം മേ ബി അവിടെ നിന്ന് ഒരു ബ്രേക്ക് സിംഗിൾ ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ചൊരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ 104 മുകളിൽ വരാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ 104. ഓക്കെ. സോ നമ്മൾ എക്സിറ്റ് ചെയ്തു. 8,400 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ് ലോജിക്ക്, ബാക്കി ഡീറ്റെയിൽസും. സോ ഇതേപോലത്തെ വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.